ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. പുതിയ അധ്യായം. ശ്ലോകങ്ങൾ 1 മുതൽ 300 വരെ. അർജുന ഉവാച അർജുന ഉവാച യേ യേ ശാസ്ത്രവിധിം ഉത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വം അഹോ രജ തമ. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമാ. അർജുന ഉവാച യേ ശാസ്ത്രവിധിം ഉത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമാ. അർജുന ഉവാച യേ ശാസ്ത്രവിധി ഉത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമാ. ഹരേ കൃഷ്ണ. ജയശ്രീ മാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. അർജുന ഉവാച യേ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമാ. പദാനുപദാനം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ ശാസ്ത്രവിധിയെ ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് അവിശ്വാസത്തോട് കൂടിയവരായി യജന്തെ യജിക്കുന്നു. തേഷാം അവരുടെ നിഷ്ഠ കാ എന്താണ്? സത്വം സത്വമോ, രജസോ, ആഹോ അഥവാ തമഃ തമസ്സോ. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വരജസ് തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പൂർണ്ണ വിശ്വാസത്തോടെ ഏതെങ്കിലും ഒരു ആരാധനാക്രമം അനുസരിച്ചു പോരുന്നവർ ജ്ഞാനിയുടെ നിലയിലേക്ക് ഉയരുകയും ക്രമേണ ശാന്തിയുടെയും ക്ഷേമത്തിന്റെയും പരിപൂർണതയിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായത്തിലാകട്ടെ വേദശാസ്ത്രവിധമായ പ്രമാണങ്ങളെ പിന്തുടരാത്തവരെ അസുരൻ എന്നും വേദപ്രമാണങ്ങൾ വിശ്വാസത്തോടെ അനുസരിക്കുന്നവനെ ദേവനെന്നും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ശാസ്ത്ര ഉക്തങ്ങളല്ലാത്ത ചില നിബന്ധനകളെ സശ്രദ്ധം അനുസരിക്കുന്നവരുടെ നില എന്താണ്? കൃഷ്ണന് അർജുനന്റെ ഈ സംശയം തീർക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യന് ഏതാണ് അവർക്ക് ജീവിതത്തിൽ പരിപൂർണത നേടാൻ കഴിയുന്നു. യഥാർത്ഥ ജ്ഞാനികളായി പരമോന്നതിയിൽ എത്താൻ ആവുമോ? വേദശാസ്ത്ര നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒന്നിൽ വിശ്വാസമുറപ്പിച്ച് ഈശ്വരന്മാരെയോ മനുഷ്യരെയോ ദേവന്മാരെയോ ഉപാസിച്ചു പോന്നവരുടെ പ്രയത്നത്തിന് സാഫല്യമുണ്ടോ എന്നിങ്ങനെ അർജുനൻ ചോദിക്കുന്നു. ഹരേ കൃഷ്ണ.
ശ്ലോകം 2 ശ്രീ ഭഗവാനുവാച ത്രിവിധ ഭവതി ശ്രദ്ധാ ദേഹിനാം സാ സ്വഭാവജാ സാത്വികി രാജസി ച ഏവ താമസി ചേത് താം ശൃണു ച ഇതി ചേത് ച ഇതി താം ശൃണു ശ്രീ ഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധാ ദേഹിനാം സാ സ്വഭാവജാ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു ശ്രീ ഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധാ ദേഹിനാം സാ സ്വഭാവജാ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു ശ്രീ ഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധാ ദേഹിനാം സാ സ്വഭാവജാ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു രേഖമാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധാ ദേഹിനാം സാ സ്വഭാവജ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു. പദവിച്ഛേദം. ശ്രീ ഭഗവാനുവാച ശ്രീ ഭഗവാൻ പറഞ്ഞു, ദേഹിനാം ദേഹികൾക്ക് സാ സ്വഭാവജ ആ സ്വഭാവജമായ ശ്രദ്ധ വിശ്വാസം ത്രിവിധ ഏവ മൂന്ന് വിധമായി തന്നെ ഭവതി ഭവിക്കുന്നു. സാത്വികി എന്നും രാജസി എന്നും താമസീച്ച ഇതി താമസി എന്നും താം അതിനെ ആ ശ്രദ്ധയെ ശൃണു കേട്ടുകൊള്ളുക. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശരീരസ്ന ജീവാത്മാവിന്റെ പൂർവാജിത പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് അതിന്റെ വിശ്വാസം സാത്വികമോ രാജസികമോ താമസികമോ ആയിത്തീരുന്നു. ഇതേപ്പറ്റി കേൾക്കൂ. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ജയ്. ശാസ്ത്രോക്തിക നിയമങ്ങളും നിബന്ധനകളും അറിഞ്ഞിട്ടും അലസത കാരണം അവയെ അനുസരിക്കാത്തത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ നിയന്ത്രിതരാകലാണ്. സത്വരജസ്തമോ ഗുണങ്ങളിലുള്ള തങ്ങളുടെ പൂർവ്വ കർമ്മങ്ങൾ അനുസരിച്ച് ഒരു പ്രത്യേക ഗുണത്തോടു കൂടിയ സ്വഭാവം അവർക്കും കിട്ടും. ജീവാത്മാവിന് പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളോടുള്ള സമ്പർക്കം ഇടതടവില്ലാതെ തുടർന്നു പോരുന്ന ഒന്നാണ്. ഇങ്ങനെ ഭൗതിക പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഭൗതിക ഗുണങ്ങളുമായുള്ള സംസർഗത്തിനനുസരിച്ച് വിവിധ രീതിയിലുള്ള മനോഭാവങ്ങൾ ജീവാത്മാവിനുണ്ടാകുന്നു. വിശ്വാസനായൊരു ആധ്യാത്മഗുരുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിബന്ധനകൾക്കും ശാസ്ത്ര പ്രമാണങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചാൽ ഈ സ്വഭാവം മാറ്റാൻ സാധിക്കും. ക്രമേണ രജസ്സിൽ നിന്നോ തമോ ഗുണത്തിൽ നിന്നോ സാത്വികത്തിലേക്ക് ഉയരാം. പ്രകൃതിയുടെ ഒരു പ്രത്യേക ഗുണത്തിലുള്ള അന്ധവിശ്വാസം കൊണ്ട് ആർക്കും പരിപൂർണത നേടാൻ കഴിയില്ലെന്നർത്ഥം. വിശ്വാസനായ ഒരു ആധ്യാത്മഗുരുവുമായി സഹവസിച്ച് സശ്രദ്ധമായും ഉയർന്ന ഗുണത്തിലേക്ക് സ്വയം ഉയർത്തപ്പെടാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 3. സത്വ അനുരൂപ സർവസ്യ ഭവതി ഭാരത അയം പുരുഷോ യോ
यो यत् यत् श्रद्धा श्रद्धा सा सा एव एव सा सदा सत्वानुरूपा सर्वस्य सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत श्रद्धा भवति भारत श्रद्धामयोऽयं पुरुषो श्रद्धामयोऽयं पुरुषो यो यच्छ्रद्धा स एव सा यो यच्छ्रद्धा स एव सा सत्त्वानुरूपा सर्वस्य सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत श्रद्धा भवति भारत श्रद्धामयोऽयं पुरुषो श्रद्धामयोऽयं पुरुषो यो यच्छ्रद्धा स एव सा सत्त्वानुरूपा सर्वस्य सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत श्रद्धा भवति भारत श्रद्धामयोऽयं पुरुषो श्रद्धामयोऽयं पुरुषो यो यच्छ्रद्धा स एव सा यो यच्छ्रद्धा स एव सा वत्सलामाजी ഹരേ കൃഷ്ണ പ്രഭുജി. പ്രധാന പദാർത്ഥം ഭാരത. ഹേ ഭാരത, സർവസ്യ സകലർക്കും തത്വാനുരൂപ സ്വന്തം നിലനിൽപ്പനുസരിച്ച് ശ്രദ്ധ വിശ്വാസം ഭവതി ഭവിക്കുന്നു. അയം പുരുഷ ഈ പുരുഷൻ ജീവാത്മാവ് ശ്രദ്ധാമയ വിശ്വാസമുള്ളവനാണ്. യാതൊരുവൻ ശ്രദ്ധ യാതൊരുവിധ വിശ്വാസത്തോടു കൂടിയവനാണ്. ഏവ അതുപോലെ തന്നെ ആയിത്തീരുന്നു. വിവർത്തനം. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച് അല്ലയോ ഭാരതശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആദിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീലാപ്രഭ മഹാരാജ് കി ജയ്. ഏതൊരാൾക്കും ഉണ്ടാകും പ്രത്യേകമായൊരു വിശ്വാസം. അയാൾ ആരായാലും ശരി, അത് സാത്വികമോ രാജസമോ താമസമോ എന്നത് അയാളുടെ ആർജിത സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. തന്റെ പ്രത്യേക വിശ്വാസമനുസരിച്ച് ആ മനുഷ്യൻ ചില വ്യക്തികളുമായി സഹവസിക്കുകയും ചെയ്യും. ഓരോ ജീവനും 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മൗലികമായി പരമപുരുഷന്റെ വിഭിന്ന അംശമാണ്. അതിനാൽ നമ്മൾ മൗലികമായി ഭൗതിക പ്രകൃതി ഗുണങ്ങൾക്ക് അതീതരാണ്. എന്നാൽ പരമപുരുഷനുമായുള്ള ബന്ധം മറന്ന് ഭൗതിക പ്രകൃതിയോട് ഇണങ്ങുമ്പോൾ ബദ്ധമായ പ്രകൃതിയുടെ വൈവിധ്യങ്ങൾക്ക് വഴങ്ങി തന്റേതായൊരു വ്യക്തിത്വത്തെ സ്വയം സൃഷ്ടിക്കുന്നു. തൽഫലമായി ഉണ്ടാകുന്ന കൃത്രിമ ജീവിതവും വിശ്വാസവും കേവലം ഭൗതികമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ആശയത്താൽ അഥവാ സിദ്ധാന്തത്താൽ നയിക്കപ്പെടുന്നുവെങ്കിലും മൗലികമായി ആത്മാവ് ഗുണാതീതനത്രേ. പരമപുരുഷനുമായുള്ള ബന്ധം വീണ്ടെടുക്കുവാൻ ജീവാത്മാവിനെ താൻ നേടിക്കൂട്ടിയ ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് സ്വയം മുക്തനാവണം. നിർഭയം തിരിച്ചു പോകുവാനുള്ള വഴി ഒന്നു മാത്രം, കൃഷ്ണാവബോധം. അതിലുറച്ച് വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും പരിപൂർണതയിലേക്ക് ഉയരാം. ആത്മസാക്ഷാത്കാരത്തിലുള്ള ഈ വഴിയിൽ കാലൂന്നാത്തവർക്കാകട്ടെ ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് നീങ്ങേണ്ടി വരും. ഇവിടെ ശ്രദ്ധ എന്ന വാക്ക് സാരവത്താണ്. ശ്രദ്ധ അഥവാ വിശ്വാസം മൗലികമായി സത്വഗുണത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒരാളുടെ വിശ്വാസം ഒരു ദേവനിലോ ദേവനാകപ്പെട്ടവനിലോ ഒരു ഭാവനാ സൃഷ്ടിയിലോ ആകട്ടെ ദൃഢവും പ്രബലവുമാണെങ്കിൽ ഭൗതികവും സാത്വികവുമായ കർമ്മങ്ങൾക്ക് കാരണമായി തീരും. പക്ഷേ ബദ്ധമായ ഭൗതിക ജീവിതത്തിൽ ഒരു കർമ്മവും തികച്ചും വിശുദ്ധങ്ങളല്ല, ഇന്ദ്രിയാതീതമത്രേ. വിശുദ്ധ സാത്വികാവസ്ഥയിൽ പരമമായ ഭഗവത് സത്തയുടെ യഥാർത്ഥ സ്വഭാവം ഗ്രാഹ്യമാകുന്നു. വിശ്വാസം പൂർണ്ണമായും ശുദ്ധ സാത്വികതയുള്ളതല്ലെന്ന് വരുന്ന കാലത്തോളം അതിനെ ത്രിഗുണങ്ങളുടേതായ മാലിന്യം ബാധിക്കാനിടയുണ്ട്. മലിനീകൃതങ്ങളായ ഈ ഗുണങ്ങൾ ഹൃദയത്തിൽ വ്യാപരിച്ചിരിക്കും. അതിനാൽ സ്വഹൃദയത്തിൽ ഇഴുകിച്ചേർന്നിട്ടുള്ളത് ത്രിഗുണങ്ങളിൽ ഏതാണോ അതിനനുയോജ്യമായ വിശ്വാസമാണ് ഒരാൾക്കുണ്ടാവുക. ഹൃദയം സാത്വിക ഗുണമുറ്റതെങ്കിൽ വിശ്വാസവും സാത്വികമാവും. ഹൃദയം രജോ ഗുണബാധിതമെങ്കിൽ വിശ്വാസവും രാജസമായിരിക്കും. ഹൃദയം തമോ ഗുണം അഥവാ മിഥ്യനാണെങ്കിൽ വിശ്വാസവും അങ്ങനെ മലിനമായതാവാനേ വഴിയുള്ളൂ. ഇങ്ങനെ ലോകത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളും അവയെ മുൻനിർത്തിക്കൊണ്ട് വ്യത്യസ്ത മതങ്ങളും ഉള്ളതായി കാണാം. യഥാർത്ഥ മതവിശ്വാസത്തിന്റെ സത്ത് ശുദ്ധ സാത്വികതയിലാണുള്ളത്. ഹൃദയത്തിന്റെ മാലിന്യ ബാധയ്ക്കനുസരിച്ച് വ്യത്യസ്ത മതപ്രമാണങ്ങളെ നാം സ്വീകരിക്കുകയാണ്. വിവിധ വിശ്വാസങ്ങൾക്ക് അനുയോജ്യമായി വെവ്വേറെ ആരാധന ക്രമങ്ങളുമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ.
श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान् सहगणललिता शिवशाखान्वितांश्च नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादि पाश्चात्यदेशतारिणे नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्तसरस्वती नामिने श्रीभाषाभानवी देवी दैत्याय कृपाब्धये कृष्णसम्बन्धविज्ञानदायिने प्रभवे नमः माधुर्योजलप्रेमाढ्यारूपानुगा भक्तिदां गौरकरुणाशक्तिविग्रहाय नमस्तुते नमस्ते गौरवाणी श्रीमूर्तये दीनदारिणे रूपानुगाभिर्तपसिद्धां नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजे ते नमः नमः भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगावराय ते गौराविर्भूमेस्तं निर्देष्टा सज्जनप्रिया वैष्णवसार्वभौमो श्रीजगन्नाथाय ते नमः श्रीरूपसनातना भट्टरघुनाथा श्रीजीवगोपालभट्टा दासरघुनाथा एचाय गोशाय कोरी चरण बंदन जहाँ मोते विज्ञानाश अभीष्टपूरन वांछा कल्पद्रुवस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमः ॐ विष्णव नमो महाधन्याय कृष्ण प्रेमपदाय ते कृष्णाय कृष्णचैतन्य नाम्ने गौरत्विषे नमः पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तियम् हे कृष्ण करुणा सिन्धो दीनबन्धो जगल्पते गोपेशा गोपिका कान्दा राधा कान्दा नमस्तुते जयदां सुहृदोपङ्गोर्मम मन्दमदेर्गदे मत्सर्वस्वदाम्बोजो राधा मदनमोहनो दिव्यावृन्दारण्यकल्पतिमत श्रीमद्रत्नाकरसिंहासनस्थो श्रीमद्राधा श्रीरघुविन्ददेवो प्रेष्ठालिभिः सेव्यमानो स्मरामि श्रीमन्रासरसारम्भि वंशीवडत्तलस्थितः कर्षन्वेणुस्वनैर्गोपी गोपीनाथश्येतुनां तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण अर्जुन उवाच ये शास्त्रविधिमुत्सृज्य यजन्ते श्रद्धयान्वितां तेषां निष्ठा तु का कृष्ण सत्वमाहो രജസ്തമാം അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വരജ സമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? ഹരേ കൃഷ്ണ. കഴിഞ്ഞ അധ്യായത്തില് ശാസ്ത്രം പഠിക്കാതെ ശാസ്ത്രത്തിന് വിധി പിന്തുടരാതെ ഇരിക്കുന്ന ആളുടെ ഗതി എന്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. സുഖം ശാന്തി നപരാം ഗതി, മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ന സിദ്ധി മാപ്നോതി ന സുഖം ന പരാം ഗതി. സിദ്ധി പെർഫെക്ഷൻ, പരിപൂർണത. സുഖം ആനന്ദം, സാക്ഷാത്കാരത്തിൽ വരുന്ന ആനന്ദം, ബ്രഹ്മസൗഖ്യം എന്നൊക്കെ പറയാം.
പിന്നെ പരാംഗതിയും, ദ ഫൈനൽ ഡെസിഗ്നേഷൻ, ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഭഗവാൻ കൃഷ്ണൻ തന്നെ. അപ്പോൾ ഇത് ഇവർക്ക് ലഭ്യമല്ല. പിന്നെ ആർക്കും കിട്ടും? ശാസ്ത്രം ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം. തസ്മാ ശാസ്ത്രം പ്രമാണത്തെ. അതുകൊണ്ട് ശാസ്ത്രം നിനക്ക് പ്രമാണമായിരിക്കും. ഏത് കാര്യം? കാര്യകാര്യോ വ്യവസ്ഥിതോ. ഏത് കാര്യം ചെയ്യാൻ പാടില്ല, ഏത് വിധി, ഏത് നിഷേധം, ഇത് മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രം ശരിക്കും പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ആ ഡിസ്ക്രിഷണറി ഇൻ്റലിജൻസ്, കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള ആ കഴിവ് ശാസ്ത്രം പഠിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ശാസ്ത്രം മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ ബ്രഹ്മജിജ്ഞാസ അത്യാവശ്യമാണ്. ബ്രഹ്മജിജ്ഞാസ ഉള്ളവർക്ക് മാത്രമേ ശരിയായ ശാസ്ത്രം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഭക്തന്മാരിൽ തന്നെ പലതരത്തിലുള്ള ഭക്തന്മാരുണ്ട്, പലതരം ആൾക്കാരെ കൃഷ്ണ കോൺഷ്യസിലേക്ക് വരുന്നുണ്ട്. പല വഴിയിൽ കൂടിയാണ് വരുന്നത് കൃഷ്ണ കോൺഷ്യസിനെ. പക്ഷെ ആർക്കാണോ ബ്രഹ്മജിജ്ഞാസ കൂടുതലുള്ളത്, അതിലുള്ള ആൾക്കാർക്ക് ശാസ്ത്രം കൂടുതൽ ഇണങ്ങും. അതുകൊണ്ട് കൃഷ്ണ ശാസ്ത്രമാണ് നമ്മൾ പഠിക്കണം. ശാസ്ത്രങ്ങളിൽ എന്ത് പറയുന്നു അത് പരിപൂർണമായിട്ട് അക്ഷരം പ്രതി അനുഷ്ഠിക്കണം. അർജുന സംശയം. അപ്പോൾ ശാസ്ത്രം പഠിക്കുന്നതിന് വിശ്വാസം വേണം, ശാസ്ത്രത്തിൽ വിശ്വാസം വേണം. പക്ഷെ ചില ആൾക്കാർക്ക് ശാസ്ത്രം ഇല്ലാതെ തന്നെ ചിലപ്പോൾ വിശ്വാസം ഉണ്ടാകാം. ശാസ്ത്രത്തിന് പിൻബലമില്ലാതെ തന്നെ വിശ്വാസം ഉണ്ടാകാം. അതിന് വിശ്വാസം ഉണ്ട് തന്നെ. കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ശാസ്ത്രം ശരിയായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ, അത് പിന്തുടരുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് വിശ്വാസം ഉണ്ട്. കാരണം വിശ്വാസം ഇല്ലാതെ ഏതെങ്കിലും കാര്യത്തിൽ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവും. ആരിലെങ്കിലും ഏതെങ്കിലും ഒബ്ജക്റ്റിലോ ഏതിലെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാവും. അപ്പൊ ആ വിശ്വാസം കൃഷ്ണ സത്വഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ? സത്വ ആഹോ രജസ്തമ എന്ന് പറയുന്നത്. സത്വമാണോ രജമാണോ അതോ തമമാണോ? സത്വം ഒന്നായിട്ടും രജോ ഗുണം വേറെ ആയിട്ട് ഇവിടെ പറയും. അത് സത്വ ആഹോ, സത്വമാണോ അല്ലെങ്കിൽ രജസ്സാണോ തമസാണോ? അപ്പോൾ ഈ അർജുനന്റെ ഈ ചോദ്യങ്ങളിൽ അടിസ്ഥാനമായിട്ടാണ് കൃഷ്ണൻ ഉത്തരം പറയാൻ പോകുന്നത്. അപ്പോൾ അതില് 28 ശ്ലോകങ്ങള് അധ്യായത്തില് ശ്രദ്ധാവിഭാഗങ്ങൾ എന്നുണ്ട്. 28 ശ്ലോകങ്ങളുണ്ട്. അത് 6 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ ഒരാളുടെ ശ്രദ്ധ, അയാളുടെ വിശ്വാസം, അയാളുടെ ആരാധന ഗുണമനുസരിച്ചിട്ടാണ്. ഇതാണ് ആദ്യത്തെ സെക്ഷൻ. 1 മുതൽ 7 വരെയുള്ള. 8 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നാനാഗുണങ്ങളുള്ള ഭക്ഷണ രീതി, ഭക്ഷണം. 11 മുതൽ 13 വരെയുള്ളത് യജ്ഞങ്ങൾ. 14 മുതൽ 19 വരെ തപസ്സനുഷ്ഠാനങ്ങൾ. 20 മുതൽ 22 വരെ ദാനം. 23 മുതൽ 27 വരെ അവസാനത്തെ കൺക്ലൂഷൻ ഓം തത് സത്. അങ്ങനെ 27 ശ്ലോകങ്ങൾ 17 അധ്യായത്തിലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ അർജുനൻ ചോദിച്ചു തുടങ്ങുകയാണ്, എന്താണ് കൃഷ്ണ നിഷ്ഠ? എന്താണ് നിഷ്ഠ? എന്താണ് നിഷ്ഠ എന്ന് ചോദിക്കുന്നത്. നിഷ്ഠ എന്ന വാക്കിന് രാമാനുജാചാര്യര് സ്ഥിതി എന്നതാണ്. സ്ഥിതി. നിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതി. സ്ഥിതിയെ ചെയ്ത് ദിക്കിൽ നിൽക്കുക അർത്ഥം. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണോ, ഏതിൻ്റെ സ്ഥിതിയിലാണോ അല്ലെങ്കിൽ പൊസിഷനിലാണോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആർ ദ അബൈഡിങ് ഇൻ സത്വഗുണ രജോ ഗുണ തമോ ഗുണ? നമ്മൾ ഏത് ഇതിൽ സ്ഥിതി ചെയ്യുന്നു,
കാരണം ശില പ്രഭുപാദ പറയുന്നത് ശ്രദ്ധയെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹം കോട്ട് ചെയ്യുന്നത് 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകം കോട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധാവല്ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ശതവാം ലഭതേ ജ്ഞാന, ശ്രദ്ധയുള്ള ആൾക്കാർക്ക് ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനം ലഭിച്ചാണ് തത്പരൻ സംയതേന്ദ്രിയ, ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നു. പരാം ശാന്തി ലബ്ധ്വ പരാം ശാന്തി അധികേണാധിഗച്ഛതി, ഏറ്റവും പരമായ ശാന്തിയിലേക്ക് ഒട്ടും വൈകാതെ എത്തിച്ചേരാൻ കഴിയും. അപ്പൊ എല്ലാത്തിനും അടിസ്ഥാനം ശ്രദ്ധയാണ്. ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടാണ്. പതിമൂന്നാം അധ്യായത്തില് 22-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നു. പുരുഷ പ്രകൃതിസ്ഥോ ഭുങ്ക്തേ പ്രകൃതിജയ ഗുണാൻ കാരണം ഗുണസംഗസ്യ സദസത് യോനി ജന്മസു. ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയെല്ലാ ജ്ഞാനയോഗവും വരുന്നത്. എന്താണ് ഗുണങ്ങൾ? ആ ഗുണങ്ങൾ 14-ാം അധ്യായത്തിൽ പറയണം. 15-ാം അധ്യായത്തില് ഞാൻ 13-28 15-ാം അധ്യായത്തില്. അപ്പോൾ 15-ാം അധ്യായത്തിലും ഇതിനെ പറ്റി പറയുന്നുണ്ട്. കാരണം വാസനകൾ വരുന്നത് നമുക്കറിയാം, ഇത് ശ്രദ്ധയിൽ നിന്നാണ്. ഇതെല്ലാം അമ്പരത്തിനെ പോഷിപ്പിക്കുന്നത് ഗുണങ്ങളാണ് പറയും. അപ്പൊ ഇതേ ഗുണങ്ങൾ തന്നെ 16-ാം അധ്യായത്തിലെത്തുമ്പോൾ അത് ആസുരിക ഭാവവും ദൈവിക ഭാവമായിട്ട് മാറും. പിന്നെ ഇതന്നെ ഈ 17-ാം അധ്യായത്തിലെത്തുമ്പോൾ നാനാതരത്തിലുള്ള ക്രിയകൾ, വേദങ്ങളിൽ പറയുന്ന ആക്ടിവിറ്റീസ്. അപ്പൊ വേദങ്ങൾ പല ആക്ടിവിറ്റീസ് പറയും. അപ്പോൾ വേദങ്ങൾ പറയുന്ന ആക്ടിവിറ്റീസ് എന്താണോ അത് ചെയ്യുന്ന ആൾക്കാർക്കാണ് അതിനനുസരിച്ച് ഫലം കിട്ടുള്ളൂ. അപ്പോ വേദങ്ങളിൽ പറയാത്ത ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിന് യാതൊരു ഫലവും ഉണ്ടാവില്ല എന്ന് അർജുനന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അപ്പൊ അർജുനന് അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിയില്ല. വേദങ്ങൾ നിഷ്കർഷിച്ച കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മാത്രമേ ഫലം കിട്ടുള്ളൂ. വേദങ്ങൾ ക്രിയകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് വിവരിക്കുന്നത്? 3 ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ആ 3 ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കർമ്മഫലം, ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും. പക്ഷെ വേദങ്ങൾ ഇല്ലാണ്ട് തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അത് സത്വഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ എന്നാണ് അർജുന അറിയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചില ആൾക്കാർക്ക് വേദങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ പറയുന്ന നിയമങ്ങളും നിയമബന്ധനങ്ങളും നിഷ്കർഷമായിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ഇതെല്ലാം അനുവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ അത് വിട്ടിട്ട് തൻ്റേതായിട്ടുള്ള ഇതില് ദേവന്മാരെ, അങ്ങനെ ആൾക്കാരെ നമ്മൾ അവരവരെ ഒരുപക്ഷെ ആരാധിക്കാം. ചില ആൾക്കാര് വേദങ്ങൾ പഠിക്കാനേ നോക്കില്ല. അവരുടെ സ്ഥിതി എന്തായിരിക്കും? ആ വേദങ്ങളും പഠിച്ച് നിഷ്കർഷമായി അതനുസരിക്കുന്ന ആൾക്കാര് ഒരുവിധം, വേദങ്ങൾ മനസ്സിലാക്കി പക്ഷേ വേദങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ മടിയോടുകൂടി തന്നിഷ്ടപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ 2ാമത്തെ തരം, വേദങ്ങൾ പാടെ മറന്നുകൊണ്ട് ചെയ്യുന്ന ആൾക്കാര് 3ാമത്തെ തരം. ഈ 3 തരം ഗുണങ്ങളിൽപ്പെട്ടാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം.
അപ്പോൾ അർജുനൻ്റെ ഈ സംശയം അത് തീർക്കാനായിട്ട് ഭഗവാൻ പറയാണ്, 12ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങുകയാണ്. ത്രിവിധാ ഭവതി ശ്രദ്ധാ ദേഹിനാം സസ്വഭാവജാം സാത്വികീ രാജസി ചൈവ താമസി ചേതി താം ശൃണു. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശരീരസ്ഥനായ ജീവാത്മാവിൻ്റെ പൂർവാജിത പ്രകൃതി ഗുണങ്ങൾ അനുസരിച്ച് അതിൻ്റെ വിശ്വാസം സാത്വികമോ രാജസികമോ താമസികമോ ആയിത്തീരും. ഇതേപ്പറ്റി കേൾക്കൂ. ദേഹിനാം എന്ന വാക്കാണ് പറയുന്നത്. ദേഹിനാം, ദേഹിനാച്ച് എന്താണ്? ദേഹം സ്വീകരിച്ച ആള്, ദേഹം സ്വീകരിച്ച ആള്. അത് ജീവാത്മാവിൻ്റെയാണ് ശരീരം എന്നുള്ളത് നമുക്ക് 2ാം അധ്യായത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ജീവാത്മാവിൻ്റെ സ്വന്തമാണ് ശരീരം, ജീവാത്മാവിന് ഉപയോഗിക്കാനുള്ള ശരീരമാണത്. അത് നമുക്കറിയാം 13ാം അധ്യായത്തിലെത്തുമ്പോൾ 2 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് തൻ്റെ താല്പര്യം അനുസരിച്ച്, ഇന്ദ്രിയ താല്പര്യങ്ങൾ അനുസരിച്ച് ചെയ്യാം. 2ാമത് തൻ്റെ ഉന്നമനത്തിനായിട്ടുള്ള ആത്മീയമായ ഉന്നമനത്തിനും സാക്ഷാത്കാരത്തിനും വേണ്ടി ഉപയോഗിക്കാം ഇതേ ശരീരം. അപ്പോൾ ആ ദേഹത്തിൽ വസിക്കുന്ന ആത്മാവിനെയാണ് ദേഹിന എന്നത്. അപ്പോൾ ആ ദേഹിന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതാണ് ഇവിടെ പറഞ്ഞ സ്വഭാവജ, സ്വഭാവം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്വഭാവം എവിടെ നിന്ന് വരുന്നു? ഈ സ്വഭാവം അന്ധക്കരണത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അന്ധക്കരണം വെച്ചാൽ എന്താണ്? സൂക്ഷ്മ ശരീരത്തിനെയാണ് അന്ധകരണം പ്ലസ് മെമ്മറി. സൂക്ഷ്മ ശരീരം നമുക്ക് എന്താ അറിയാം? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇത് 3ഉം പ്ലസ് മെമ്മറി കൂടി ചിത്ത എന്ന് പറയുന്നത്. ചിത്തം, ഈ ചിത്തത്തിലാണ് മെമ്മറീസ്, ഓർമ്മകൾ കിടക്കുന്നത്. ഈ ഓർമ്മകള് വാസനകളായിട്ട് കണക്കാക്കുന്നു. എന്താണ് വാസനകൾ? നമ്മൾ മുമ്പ് ചെയ്ത കർമ്മത്തിന്റെ ബാക്കി അത് വാസന. അപ്പോ ഈ വാസനയാണ് അന്ധക്കരണത്തിൽ കിടക്കുന്നത്. അതിനെയാണ് സ്വഭാവം. അപ്പോ സ്വഭാവജ, സ്വഭാവത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സ്വഭാവത്തിൽ നിന്ന് വരുന്ന ശ്രദ്ധ. സ്വഭാവത്തിൽ നിന്ന് വരുന്ന ശ്രദ്ധ 3 തരത്തിലാണ് എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ ശ്രദ്ധ എന്ന വാക്ക് ഇവിടെ മുഴുവൻ ഉപയോഗിക്കുന്നത് ശ്രദ്ധയാണ്. ശ്രദ്ധയെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധ എന്ന് പറയുമ്പോൾ രാമാനുജാചാര്യര് ഇതിന് ഡെഫിനേഷൻ കൊടുക്കണം. ഫെയ്ത്ത്, ശ്രദ്ധ, ഈസ് zeal or eagerness about any means in the belief that it is the only way of action to achieve one's own desired object. നമ്മൾ കാക്ഷിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, ഒരു ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആഗ്രഹിക്കുന്ന അത് പ്രാപ്തമാകാൻ വേണ്ട മാർഗം, ദ മീൻസ്, അതിലുള്ള, അത് ചെയ്യാനുള്ള ഈഗർനെസ്, ആ മാർഗം, ആ മാർഗത്തിലൂടെ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് വിശ്വാസം, ഇതാണ്, ഈ മാർഗം കൊണ്ട് മാത്രമേ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണോ കാക്ഷിക്കുന്നത്, അത് നേടിത്തരാൻ ഈ മാർഗമാണ് എന്നെ സഹായിക്കുന്നത് എന്നുള്ള ഉത്സാഹത്തോടുള്ള ആ വിശ്വാസത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ എന്ന വാക്ക് ചൈതന്യ ചരിതാമൃതത്തില് പറയുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ കൂട്ടിയാറുണ്ട്. 2ാം അധ്യായത്തിലെ 40-ാം ശ്ലോകത്തില് ശിലപ്രഭു കൂട്ടിയുന്നുണ്ടത്. 41ാം ശ്ലോകത്തില് വ്യവസായ നിയമബുദ്ധിയില് ശ്രദ്ധാശബ്ദേ വിശ്വാസകഹേ സുദൃഢ നിശ്ചയ കൃഷ്ണഭക്തി കൈലേ സർവകർമ്മ കൃതാഹയ. സുദൃഢമായ വിശ്വാസം ഏതില്? കൃഷ്ണനെ ഭക്തി ചെയ്താൽ എല്ലാ കാര്യങ്ങളും സുഗമമായിരിക്കും എന്നുള്ള സുദൃഢമായ നിശ്ചയത്തിനെയാണ് വിശ്വാസം.
അപ്പോൾ ഈ ഫെയ്ത്ത് എന്നുള്ള കൃഷ്ണബോധത്തിൽ ഉറച്ചതാണ്. ശീലബോധനെ ഇപ്പപ്പെട്ട് മുഴുവൻ അത് കാണാൻ പറ്റും. കാരണം അത് കമ്പയർ ഇതിനായിട്ടാണ്. ഇതില്ലാത്ത ആൾക്കാരുടെ കാര്യമാണ്. ഇതില്ലാത്ത ആൾക്കാര് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണത്തിൽ ആണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവര് പ്രവർത്തിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ആർജിക്കുന്നത് പൂർവ്വകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഗുണം അവർക്ക് കിട്ടുന്നു. കാരണം പുരുഷ പ്രകൃതിസ്ഥോ ഭുക്തേ പ്രകൃതിജയഗണം ഗുണം ഇല്ലാണ്ട് എപ്പോഴും നമ്മളെപ്പോഴും തുടർച്ചയായിട്ട് ഇൻസിസ്റ്റന്റ്, എന്താ പറയുക, യാതൊരു ഗ്യാപ്പില്ലാണ്ട് ഇട്ടത്തടവില്ലാതെ നമ്മളെപ്പോഴും ഗുണത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓരോ സെക്കൻഡും ഓരോ മിനിറ്റിലും നമ്മുടെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗുണത്തിലാണ് എപ്പോഴും ഇരിക്കുന്നത്. കൃഷ്ണാബോധം ഉറച്ച സമയത്ത് കൃഷ്ണാബോധത്തിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കൃഷ്ണാബോധത്തിലിരിക്കുന്നു. അത് വിട്ടുകഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ ഉടൻ ഗുണത്തിൽ വരും. ഈ ഗുണം സാത്വിക ഗുണമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ശാസ്ത്രസംബന്ധമായ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. ശാസ്ത്രത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കും. ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ അതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ചിന്തകളിലേക്ക് പോകും. പക്ഷേ ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് മാത്രം കൃഷ്ണാബോധം ഉണ്ടാവണമെന്നില്ല. ഭഗവത്ഗീത ഏത് രീതിയിൽ പഠിക്കുന്നു വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്ന് എൻ്റെ ബ്രദർ ഒരു ലിങ്ക് അയച്ചു തന്നു. അത് ഞാൻ മുമ്പ് കണ്ടിട്ട്, അത് ഒരു സയൻറ്റിസ്റ്റാണ് പറയുന്നത്. സയൻറ്റിസ്റ്റ് 13-ാം അധ്യായത്തിൽ 16-ാം ശ്ലോകം, നമുക്കറിയാം 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ആരെക്കുറിച്ചാണ്? അധ്യായത്തില് 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ പരാമർശിക്കുന്നത് ഏതിനെയാണ്? ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞ ഏത് ഇതിനെ കുറിച്ച്? ക്ഷേത്രജ്ഞൻ 2 ക്ഷേത്രജ്ഞനുണ്ടല്ലോ. ഏതാണ് അടുത്ത ടീം? അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് വന്നിട്ടുണ്ട്. ക്ഷേത്രജ്ഞൻ തന്നെയാണ്. ക്ഷേത്രജ്ഞൻ നമുക്കറിയാം ഇൻഡിവിജ്വൽ സോൾ ആൻഡ് ജീവാത്മാ പരമാത്മാവുണ്ട്. 13-ാം ശ്ലോകം ജീവാത്മാവിനെ കുറിച്ച്, 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങള് പരമാത്മാവിനെ കുറിച്ചിട്ടാണ്. അതിൽ 16-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് എന്താ വെച്ചാൽ, ബഹിരന്തശ്ച ഭൂതാനാം അചലം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തിക ച തത്. അപ്പൊ അദ്ദേഹം, ഇപ്പൊ നമുക്കറിയാം എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും ഏതൊക്കെ ഭൂതങ്ങൾ ചരവും അചരവുമായിട്ടുള്ള എല്ലാ ഭൂതങ്ങളുടെയും പുറത്തും അകത്തും പോകാൻ നിൽക്കുന്നു. സൂക്ഷ്മത്വാത് അവിജ്ഞേയം, സൂക്ഷ്മത്വമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി സട്ടിൽ, അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ദൂരെയാണെങ്കിൽ പോലും അടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ ആ ഒരു ശ്ലോകമാണത്. അദ്ദേഹം പറഞ്ഞാൽ അത് ക്വാണ്ടം ഫിസിക്സ് ആയിട്ട് കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഇലക്ട്രോൺസ് ആണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ശാസ്ത്രജ്ഞന്മാര് ഇലക്ട്രോൺസിനെ പറ്റി പറഞ്ഞിട്ട് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രോസസ്സ് മാത്രമേ അവർ പറയുന്നുള്ളൂ. എന്താണ് ഇലക്ട്രോൺസ് അവർക്ക് അറിയില്ല. ക്വാണ്ടം ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ സ്റ്റേജസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഇലക്ട്രോൺസ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഉണ്ട്. ആ ശരീരം അനുസരിച്ചിട്ട് അതൊക്കെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ടത്. അപ്പോ ഞാനത് അതിന്റെ പറഞ്ഞു കൊടുത്തു. എന്താണ് ശരിക്കും ശ്ലോകം? അപ്പൊ 13-ാമത്തെ ആ ചെറിയൊരു ബ്രീഫായിട്ട് കൊടുത്തു. 6 സബ്ജക്റ്റ് എന്താണ്, 6 ടോപ്പിക്സ്, 13-ാമത്തിലെ 6 ടോപ്പിക്സ് ഏതാണ് അത് എഴുതി കൊടുത്തു. എന്നിട്ട് ഈ ശ്ലോകം പരമാത്മാവിനെ കുറിച്ചാണ്, വിച്ച് ഈസ് സ്പിരിച്വൽ. അതേസമയത്ത് ഇലക്ട്രോൺസ് എന്തെങ്കിലും പറയുമ്പോൾ അത് മാറ്റർ ഓൺലി, അത് മാറ്ററിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഇയാൾ ആളുടെ രീതിയിൽ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ അവിടെ ഒരു ഗുണം കാണാൻ പറ്റും. ഇവിടെ ആ ഒരു വിശ്വാസം ഉണ്ട്. ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലതാ? സത്വഗുണമാണ്, പക്ഷെ പൂർണ്ണമായിട്ടും
ശാസ്ത്രം മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ല. ശാസ്ത്രം ഫോളോ ചെയ്യുന്നുണ്ട്, ശാസ്ത്രം അനുസരിച്ചാൽ പറഞ്ഞു, പക്ഷേ ആ ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ആ ശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? പരിശുദ്ധനായിട്ടുള്ള ശുദ്ധനായിട്ടുള്ള ഒരു സ്പിരിച്വൽ മാസ്റ്റർ വേണം. എന്നാൽ മാത്രമേ കൃഷ്ണാബോധം തെളിയുള്ളൂ. കൃഷ്ണാബോധം തെളിഞ്ഞാൽ മാത്രമേ ഈ ശാസ്ത്രം നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശീലപ്രഭുവിടെ വിശ്വാസനായ ആധ്യാത്മിക ഗുരുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിബന്ധനകളും ശാസ്ത്ര പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയും. ഏത് സ്വഭാവം? എന്താ? രജോഗുണം, സത്വഗുണം, രജോഗുണം, സത്വഗുണം എന്തായാലും. അപ്പോൾ ക്രമേണ തമോ ഗുണത്തിൽ നിന്ന് രജോഗുണത്തിൽ നിന്നും സാത്വികത്തിലേക്ക് ഉയരാം. അപ്പോൾ ഉയരണമെങ്കിൽ, മാറണമെങ്കിൽ, പൂർണ്ണമായിട്ടുള്ള ആ ശുദ്ധസത്വത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഏത് വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അതിൽ അന്ധവിശ്വാസം പാടില്ല, അതിൽ മുറുക്കി പിടിച്ചിരിക്കാൻ പറ്റില്ല. പലർക്കും ബുദ്ധിമുട്ടെന്നാണ്. അവരൊരിക്കലും തൻ്റെ വിശ്വാസം എന്താണോ, തൻ്റെ പ്രമാണം എന്താണോ അതിൽ മുറുകിയിരിക്കും, അത് വിട്ടുകൊടുക്കില്ല. അത് ഇതിന്റെ ഭാഗമാണ്. മുൻചെരി ദുർമേധ. തമോ ഗുണത്തിലെ കർത്താവിനെ കുറിച്ച് അവരുടെ ഡിറ്റർമിനേഷനെ പറ്റി വരുന്ന 18-ാം അധ്യായത്തിലെ 33-ാമത്തെ ആശ്വാസത്തിൽ വരും. മുൻചെതി ദുർമേധ, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ദുർമേധ ഞാൻ ശരിയായിട്ടുള്ള ബുദ്ധി ഇല്ലാത്ത, ദുഷിച്ച ബുദ്ധി. മേധ ഞാൻ ബുദ്ധി, ഇന്റലിജൻസ്. അത് ദുർമേധ എന്താണ്? ശരിയായ ഇന്റലിജൻസ് ഇല്ലാത്ത ആൾക്കാര്. അപ്പൊ ശരിയായ ഇന്റലിജൻസ് ഇല്ലാത്ത ആൾക്കാര് താൻ ഏത് ഗുണത്തിലാണോ ഇരിക്കുന്നത്, രജോ ഗുണമാണോ തമോ ഗുണമാണോ, അതില് വിശ്വാസം അവിടെ പൂർണ്ണമായിട്ട് അവിടെ നിൽക്കും. അതൊന്നും ഉയരാൻ ശ്രമിക്കില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഇരിക്കണു? അടുത്ത ശ്ലോകത്തിൽ പറയണ്ട. സത്വാനുരൂപി സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത, ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധാ സ ഏവ സാ. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങൾ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച് അല്ലയോ ഭാരതശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആർജിച്ച ഗുണങ്ങളനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു. അപ്പോ വിശ്വാസം ഏതിലാണ് ഇരിക്കുന്നത്? വിശ്വാസം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഇന്റേണൽ ഓർഗനാണ്, അന്ധകരണത്തിൽ കിടക്കുന്നതാണ്. അന്ധകരണത്തിലെ 3 ഗുണങ്ങളുമുണ്ട്. സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. അതിൽ നിന്നാണ് ഈ ശ്രദ്ധ ഉത്ഭവിക്കുന്നത്. അന്ധകരണത്തിലെ സാത്വികമായ ഗുണമാണ് കൂടുതൽ പ്രഭാവമെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ശ്രദ്ധ സാത്വികമായിരിക്കും. അതല്ല, രജോ ഗുണമാണ് പ്രഭാവമാണ് കൂടുതലെങ്കിൽ രജോ ഗുണമായിരിക്കും, അല്ലെങ്കിൽ തമോ ഗുണമായിരിക്കും. അപ്പോൾ സാധാരണ ഒരു അയം പുരുഷ, സാധാരണ ഒരു ആരാധിക്കുന്ന ആള്, ഒരു ആരാധനയുടെ ആരാധന പാത്രം, ദ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ആർക്കുണ്ടാവും? അത് ഈ 3 ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ആരാധന ചെയ്യുന്നു. ബീങ് ഫെയ്ത്ത്ഫുൾ ടു 3 റെസ്പെക്റ്റീവ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ്. നമുക്കറിയാം, അടുത്ത ശ്ലോകങ്ങൾ പറയും. ദേവന്മാരാണെങ്കിൽ സത്വഗുണത്തിലാണെങ്കിൽ ദേവന്മാര്, രജോ ഗുണത്തിലാണെങ്കിൽ യക്ഷന്മാര്, തമോ ഗുണത്തിലാണെങ്കിൽ രാക്ഷസം അല്ലെങ്കിൽ പ്രേത, അങ്ങനെ ഭൂതഗണം, അതെല്ലാം. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആരാണോ ആരാധപത്രണം, ആ ആരാധനത്തിന്റെ ഗുണങ്ങൾ നമ്മൾ ആർജിക്കുന്നു. സ ഏവ സാ, നമ്മൾ ആരാണോ ആരാധിക്കുന്നത്, ഏത് ഇതിലാണോ നമ്മൾ ആരാധിക്കുന്നത്, ആ
ആരാധന പാത്രത്തിൻ്റെ, ഇപ്പം നമ്മൾ ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾ ദേവന്മാരുടെ ക്വാളിറ്റി നമ്മൾ വന്നു തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദേവന്മാരുടെ ധാമിലേക്ക് നമ്മൾ എത്തും, അല്ലേ? ദേവാൻ ദേവേജോ യാന്തി, അല്ലേ? അവിടേക്ക് പോകും. അല്ലാത്ത ആൾക്കാര് പ്രേതങ്ങളെ ആയിരിക്കുകയാണെങ്കിൽ പ്രേതങ്ങളുടെ അടുത്തേക്ക് പോകും, അവിടേക്ക് പോകും. അപ്പം ആ നേച്ചർ നമ്മൾ എടുക്കുന്നു പറഞ്ഞു. അതേസമയം നമ്മൾ കൃഷ്ണനെ ആരാധിക്കണമെങ്കിൽ സച്ചിദാനന്ദനായ കൃഷ്ണനെ ആരാധിക്കണം. നമുക്ക് സച്ചിദാനന്ദമായിട്ട് സ്വഭാവം ഒന്ന് ചേരും. അങ്ങനെ സച്ചിദാനന്ദമായിട്ടുള്ള നേച്ചർ വന്നാൽ മാത്രമേ നമുക്ക് ഗോലോകത്തിൽ പ്രവേശനമുള്ളൂ. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, നമ്മള് എല്ലാവരും ഭഗവാൻ അംശമാണ്, ഭഗവാന്റെ അംശമാണ്, വിഭിന്നാംശമാണ്, എറ്റേണൽ ആയിട്ടുള്ള ഭഗവാന്റെ അംശം തന്നെയാണ്. ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ഗുണാതീതനാണ്. പ്രതിമാധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രതിമാധ്യായത്തിൽ 30-ാം ശ്ലോകത്തില് ഗുണങ്ങൾ അതീതനാണ് ആത്മാവ്. പക്ഷെ ഭൗതിക പ്രകൃതിയിൽ വരുമ്പോൾ ഗുണത്തിൻ്റെ സ്വാധീനത്തില് നമ്മൾ കുറെ കർമ്മം ചെയ്യും. നമ്മൾ അപ്പോഴും പ്യൂറാണ് ഇവിടെ പറയുന്നുണ്ട്. ആ പ്യൂരിറ്റി നിൽക്കുന്നുണ്ട് അവിടെ. പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ ആ ഗുണത്തിൽ പെട്ടുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതിൻ്റെ ഒരു മാലിന്യം ജീവാത്മാവിനെ ബാധിക്കുന്നു. ഈ മാലിന്യമാണ് ജീവാത്മാവിൻ്റെ അന്ധകരണത്തില്, അല്ലെങ്കിൽ ജീവാത്മാവിന് കിട്ടിയ ശരീരത്തിലെ അന്ധകരണത്തില് ജീവാത്മാവിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഈ മാലിന്യം. ഈ മാലിന്യങ്ങൾ പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാക്കും. ഈ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള യോനികൾ നടത്തും. പുരുഷ പ്രതിസ്ഥ ഭുങ്ക്തേ പ്രതിജയതി ഗുണാൻ കാരണം ഗുണസംഗസ്യ സദസത് യോനി ജന്മസോ. അപ്പോൾ ഇത് ജീവാത്മാവിനെ സംബന്ധിച്ചോളം ബാഹ്യമായിട്ടുള്ള കാര്യമാണ്, കൃത്രിമമാണ്, ആർട്ടിഫിഷ്യലാണ്. പക്ഷേ പരമപുരുഷനായിട്ടുള്ള ബന്ധം തിരിച്ച് സ്ഥാപിക്കാത്തോടത്തോളം കാലം ജീവാത്മാവിന് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഈ ബന്ധങ്ങൾ പെട്ടുകൊണ്ട് പല ജന്മങ്ങളും കഴിയേണ്ടി വരും. പല ജന്മങ്ങൾ ചിലപ്പോൾ കോടാനുകൂടി ജന്മങ്ങൾ മണിയാവാം. കാരണം ഈ അന്ധകരണത്തിൽ നടക്കുന്ന മാലിന്യം മാറണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ സമ്പർക്കം വേണം. ആ സമ്പർക്കം ഉണ്ടെങ്കിലാണ് നമുക്കറിയാം. അത് നമ്മൾ എന്താ പറയാ, എന്ത് ഞാനാ പറയാ, സംബന്ധം, അല്ലേ? സംബന്ധം. ഭഗവാനെ സംബന്ധം ചെയ്യണം. ഭഗവാനെ സംബന്ധം ചെയ്യാൻ മാത്രം, അപ്പോഴാണ് നമുക്ക് ആ തിരിച്ചു പോകാനുള്ള വഴി മനസ്സിലാക്കാം. നമുക്ക് ഇതാണ് ഞാൻ പോകേണ്ട വഴി. അപ്പൊ ആ വഴി മനസ്സിലാക്കിയ ശേഷം വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. അപ്പൊ നമുക്ക് അതിന് അനുസൃതമായിട്ടുള്ള കർമ്മം ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ അഭിദയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പ്രയോജനം നമുക്ക് കിട്ടും. ഇത് സത്വമാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധസത്വത്തിലിരിക്കുന്ന കൃഷ്ണാബോധം തെളിഞ്ഞ ജീവാത്മാവിനെ കുറിച്ച്. പക്ഷെ അല്ലാത്ത ആൾക്കാരാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സബ്ജക്ട് മാറ്റർ ഇതിന്റെ കൃഷ്ണാബോധം തെളിഞ്ഞ ആൾക്കാരല്ല പറയണം, തെളിയാത്ത ആൾക്കാരെ പറ്റി പറയണം. അപ്പൊ അവരെന്താണ്, അവർ ഈ പറഞ്ഞ മാതിരി അവരുടെ ആ ഗുണത്തിൽ പെട്ടുകൊണ്ട് അതിൽ ഇരുന്നുകൊണ്ട് അത് പിടിച്ചു നിൽക്കുകയാണ്. വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരാ എന്താ പറയാ, വിവേചന ബുദ്ധി പ്രവർത്തിക്കുന്നില്ല അവർക്ക്. താൻ ഗുണത്തിലാണ്, ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം അവർ ഉണർന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ശീലപാദയുടെ സത്വത്തെ പറ്റി ശ്രദ്ധയെ പറ്റി വേറെ പറയുന്നില്ല. ഭദ്രവിദ്യാവശ്യമാണ്. സത്വം ബേസിക്കലി വരുന്നത് സത്വഗുണത്തിനാണ്. പക്ഷേ രജോ ഗുണമായിട്ടും തമോ ഗുണമായിട്ട് കിടക്കുമ്പോൾ കുറെ ഭാവനാ സൃഷ്ടി അനുസരിച്ചിട്ട് ഈ ശ്രദ്ധയുടെ രൂപവും ഭാവവും ഒക്കെ മാറും. അപ്പോൾ നമ്മൾ ഏത് ഭാഗമാണോ, ഏത് ഗുണമാണോ പ്രബലമായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശ്രദ്ധ രൂപീകരിക്കപ്പെടും. അപ്പോൾ ഈ 3 ഗുണങ്ങൾ നമുക്കറിയാം മോഡ്സ് ഓഫ് മാറ്റർ ആണ്. ഭൗതിക ഭൗതികത്തിൽ നിന്ന് വരുന്നതാണ് ഈ ഗുണങ്ങൾ. അതിന് ശുദ്ധി ഉണ്ടാവില്ല. തമ്മിൽ ഭേദം നമുക്കറിയാം സത്വഗുണമാണ്. കാരണം സത്വഗുണത്തിൽ ആൾക്കാർ ശാസ്ത്രം മനസ്സിലാക്കുന്നുണ്ട്, അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് ലോഞ്ചിങ് പാഡ് കണക്കാക്കുക അവർക്ക്. ഇറ്റ്സ് എ ലോഞ്ചിങ് പാഡ്. അവിടെ നിന്ന് ഭഗവാനിലേക്ക്, അത് ഓം തത് സത് 24 ശ്ലോകം മുതൽ വരുന്ന ഓം തത് സത്ത് ആണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ സത്വഗുണത്തിൽ നിന്നാൽ മാത്രമേ, ഇതിൽ വേദങ്ങളിൽ ഉറച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അല്ലാത്തോളം കാര്യം എന്താവും? വിശ്വാസം പൂർണ്ണമായും ശുദ്ധസത്വത്തിൽ ഉള്ളതല്ലെന്ന് വരുന്ന കാലത്തോളം അതിനെ ത്രിഗുണങ്ങളുടേതായിട്ടുള്ള മാലിന്യം ബാധിക്കാൻ ഇടയുണ്ട്. മലിനീകൃതമായ ഗുണങ്ങൾ ഹൃദയത്തിൽ വ്യാപിച്ചിരിക്കും. സത്വാനുരൂപി സർവസ്യ ശ്രദ്ധാഭവതി ഭാരത. സത്വം ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ചിത്തത്തിനെ ഉദ്ദേശിക്കട്ടോ. ഈ സത്വത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ ഈ അന്ധകരണത്തിലിരിക്കുന്ന ആ ചിത്തത്തിലെ എന്താണോ ഇരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ശ്രദ്ധ ഉണ്ടാവും. അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലിരിക്കുന്ന എല്ലാ മതങ്ങളും. എന്ത് രസമായിട്ട് എത്തിക്കണം നോക്കും ഇവിടേക്ക്. എന്ന് വെച്ചാൽ ഇവിടെ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണമായിട്ട് സത്വഗുണത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഇതാണ് സനാതനധർമ്മം. അല്ലാത്ത ആൾക്കാർ എന്താണ്? ഈ പറഞ്ഞ മാലിന്യങ്ങൾ ഇരിക്കുന്ന ഗുണങ്ങൾ ചേരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള മതവിശ്വാസങ്ങൾ ഉണ്ടാവും. അതാണ് ഈ ലോകത്ത് മുഴുവൻ പറഞ്ഞത്. ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ല പക്ഷെ അതിൻ്റെ പുറത്താണ് കൂടുതലുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ ശ്രദ്ധയുണ്ടാവും. ശ്രദ്ധയ്ക്ക് അനുസരിച്ച് ശ്രദ്ധയ്ക്ക് അനുരൂപമായിട്ടുള്ള ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അവരെ അതിനെ ആരാധിക്കും. അങ്ങനെ ആരാധിക്കുമ്പോൾ അവരുടെ ഗുണം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകും. ഇതാണ് പൂർണ്ണമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിരിക്കുന്ന എല്ലാ മുക്കിലിരിക്കുന്ന പലതരം മതങ്ങൾ എല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ബഹുഭൂരിപക്ഷവും രജോ ഗുണത്തിലും തമോ ഗുണത്തിനും അടിസ്ഥാനമായിട്ടുള്ള. സത്വഗുണത്തിൽ ആൾക്കാർ കുറവാണ്. അതിനേക്കാൾ വളരെ വിരളമാണ് ശുദ്ധസത്വത്തിലുള്ള. പക്ഷേ അത് ഹൃദയത്തിലെ നമ്മൾ ഏത് മാലിന്യമാണോ നമുക്കുള്ളത് അതനുസരിച്ച് നമ്മുടെ വിശ്വാസം ഉണ്ടാവും, അതനുസരിച്ച് നമ്മുടെ മതപ്രമാണം ഉണ്ടാവും, അതനുസരിച്ചിട്ട് വിവിധമായിട്ടുള്ള ആരാധനക്രമങ്ങളും ഉണ്ടാവും. ആ ക്രമങ്ങൾ എന്താണെന്ന് 4-ാം ശ്ലോകത്തിൽ മുതൽ ഭഗവാൻ വിവരിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. വാഞ്ചാകൽപതരൂപേശ്ച ഹരേ കൃഷ്ണ. കൽപതരൂപേശ്ച കൃപാവൃത്തിദേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്റെ കീ ജയ്. ശിലാ പ്രഭുപാദ കീ ജയ്. ഹോ.